നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കാം. ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ഹസ്ബൻഡ് ആവാം, ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, ഇഷ്ടമുള്ള വ്യക്തിയാവാം, ജസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. പാരൻസ് എന്ന രീതിക്ക് വേണ്ട, പാരൻസ് വേണ്ട ഐ തിങ്ക്. കുറച്ച് ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കാം നമുക്ക്. മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരോ ആയിക്കോട്ടെ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കാം. നിങ്ങൾ അവരുമായിട്ട് പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതെന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ ആ പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയെ നിങ്ങൾ ഓർക്കാം, ആ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്ത് കണക്ഷൻ ആയിരുന്നു എന്ന് നോക്കാം. 2-3 ഡെക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പറയാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സീ. ഇത് പാസ്റ്റ് ലൈഫിൻ്റെ ഡെക്കാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ ആ പേഴ്സണുമായിട്ട് ഒരു പേഴ്സണിനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അത് ആരും ആവാം, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, പാരൻസ് അങ്ങനെ വേണ്ട. കാരണം മേ ബി അതും ആവാം. നിങ്ങൾ ആരെയും വെച്ചാൽ ആലോചിച്ചോളൂ, നമുക്ക് കിട്ടുന്ന പോലെ ഞാൻ പറയാം. ലെറ്റ്സ് സീ. അവരുമായിട്ട് നിങ്ങളെ പാസ്റ്റ് ലൈഫ് നിങ്ങളൊരു വ്യക്തിയെ ഓർക്കുന്ന വ്യക്തി അവരുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണ്? ഷിപ്സ് കാണുന്നുണ്ട്, സ്പൗസ്, കാർമിക്. ഇത് നേരത്തെ ബോട്ടം ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യ, ഇന്ത്യയിൽ തന്നെ അല്ല, ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഞാനിങ്ങനെ തനിയെ ഇടയ്ക്ക് സംസാരിക്കും കേട്ടോ, മൈൻഡ് ചെയ്യണ്ട. ട്രീസ് എന്ന് കാണുന്നുണ്ട്. മതിയോ? ലെറ്റ്സ് സീ. കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം. മെയിൽ, ഫീമെയിൽ, പ്രോസിക്യൂഷൻ ആൻഡ് പൊസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ലവ് ലൈഫ്. കൂടുതലും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ തമ്മിലൊരു ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു തീർച്ചയായിട്ടും. കാരണം സ്പൗസും ഉണ്ട്, മെയിൽ ഫീമെയിലും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു മാരീഡ് റിലേഷൻഷിപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് അവരാരായാലും. പാരൻസ് ആവില്ല. അപ്പോൾ ഇത് പാരൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ പറയുന്നില്ല ഞാൻ. ഫ്രണ്ട്സ്, ഈവൻ ലൈക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്നും എടുത്തോളൂ. അങ്ങനെ ഫ്രണ്ട്സ് ഉള്ളവർ അറ്റ്ലീസ്റ്റ് മെയിൽ ഫീമെയിൽ എന്ന് വന്നതുകൊണ്ട് രണ്ട് തരത്തിലും എടുക്കാം. ഒന്ന്, നിങ്ങളുടെ സ്പൗസ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരുന്നിരിക്കും പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ലൈക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന രീതിക്ക് എടുക്കാം. പക്ഷെ അത് കാർമിക് കണക്ഷൻ ആയിരുന്നു എന്നാണ് കാണുന്നത്. എൻ്റെ സൗണ്ട് വളരെ ലോ ആ തോന്നുന്നു. നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻ ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. കാർമിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധമായിരുന്നില്ല എന്ന് പറയാം. അതായത് പ്രശ്നങ്ങൾ ഉണ്ടായി. ഐ തിങ്ക് കാർഡ് റെപ്രസെൻറ്റേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയ പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിരുന്നു, പക്ഷെ ഐ തിങ്ക് സെപ്പറേറ്റഡ് ആയി കാണാം, പിരിഞ്ഞു കാണാം. കാർമിക് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ശരിക്കും ഡൈവേഴ്സ് അങ്ങനെ രീതിയിൽ ഇനിയിപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടോയെന്ന് അറിയില്ല. ഏതെങ്കിലും ബട്ട് ഒന്ന് ഡൈവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട് എന്ന രീതിക്കെങ്കിലും പറയാം. കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു, നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല എന്ന് പറയാം. സോ മേ ബി ഈ ജന്മത്തും ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ലെസൺസ് തരാനായിരിക്കും. അത് കാർമിക് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് എടുക്കണ്ട, നിങ്ങൾ ഒരിക്കലും അങ്ങനെ എടുക്കരുത്. അത് ചില കാര്യങ്ങൾ നിങ്ങളായിരുന്നു ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ ചോദിക്കുന്ന വ്യക്തിയെ വിട്ടുപോയത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജന്മത്ത് നിങ്ങൾ ആ വേദന എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ അവർ വേണം വെച്ച് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വന്നു ആ രീതിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എടുക്കരുത്, നെഗറ്റീവായിട്ട് എടുക്കണ്ട. കാർമിക് എന്ന് പറഞ്ഞാൽ എന്തോ അവിടെ നിങ്ങൾ പഠിക്കാനൊരു ലെസൺ ഉണ്ട് എന്നാണ് അർത്ഥം. ഷിപ്സ് കാണുന്നുണ്ട് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ രണ്ടും ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഈ ജന്മത്തും പാസ്റ്റിലും മേ ബി അവർ ഷിപ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബായിരിക്കാം. ചിലവർ ലൈക്ക് നേവി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനും ഉണ്ട്. സോ ഇങ്ങനത്തെ ഏതെങ്കിലും ഫീൽഡിൽ അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. കാറും ആവാം, കാറാവാം, ബസ്സാവാം, ട്രെയിനാവാം, എന്തും ആവാം. പ്ലെയിനും ആവാം, ഷിപ്സും ആവാം. സോ അങ്ങനത്തെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ
മെയിൻലി അത് ജോലിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേഡീസ് ആയാലും കേട്ടോ, ഇതിപ്പോൾ ലേഡീസ് ആയാലും ഇങ്ങനെ ആവില്ല എന്നില്ലല്ലോ. ലേഡീസ് ആയാലും ചിലപ്പോൾ സംതിങ് റിലേറ്റഡ് ടു മേ ബി ട്രാവലിംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ജോബ്സ് ചെയ്യുന്ന ലേഡീസ് ആയിരിക്കാം. ഓക്കെ, ജെൻസ് ആണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ ലേഡീസ് ആയാലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരിക്കാം. ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷിപ്സ്, ട്രെയിൻ, പ്ലെയിൻ, കാർ, വടെവർ, ഒരു ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ആയാലും ആ പേഴ്സൻ്റെ ആയാലും താല്പര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾ ചോദിക്കുന്ന പേഴ്സണും. ഏഷ്യ എന്ന് കാണുന്നുണ്ട്. ഏഷ്യ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ലൈക്ക് ചൈന, ഏത് ഭാഗവും ആവാലോ, ഇന്ത്യ, ചൈന, വടെവർ, അങ്ങനത്തെ ആ ഏരിയയിലൊക്കെ ആയിരുന്നു നിങ്ങളുടെ പ്രീവിയസ് ജന്മം എന്ന് പറയുന്നത്. ഇപ്പോഴും ഐ തിങ്ക് അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, ലവ് ലൈഫ് എന്ന് കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലൊരു ലവ് കണക്ഷൻ ആയിരുന്നു പ്രീവിയസ് ലൈഫിൽ. പക്ഷേ അത് കാർമിക്കായി പോയിട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ട്രീസ് ഉണ്ട്. ട്രീസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് എന്നാണ് നമ്മൾ പറയുക. മേ ബി ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ജോലികൾ, ട്രീ അല്ലെങ്കിൽ പ്ലാന്റ്സ് റിലേറ്റഡ് ജോലി, അല്ലെങ്കിൽ താല്പര്യങ്ങൾ, പിന്നെ നിങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയാം. പ്ലേസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ട്രീസിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും അതിനെക്കുറിച്ചൊക്കെ. ലൈക്ക് കാട്, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. രണ്ടുപേരും കൂടി യാത്ര പോയിട്ടുണ്ടാവാം. സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം നമുക്ക് പറയാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേറെ ചില കാര്യങ്ങളാണ് ട്രീസിൻ്റെ തോന്നുന്നത്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അത് മോസ്റ്റ്ലി ഇവിടെ ലവ് ലൈഫ് തന്നെയാണ് എനിക്ക് കണ്ടത്. നിങ്ങൾ മാരീഡ് ആയിരുന്നു, മേ ബി ഇഷ്ടപ്പെട്ട് നിങ്ങൾ കല്യാണം കഴിച്ച് കാണാം, ബട്ട് അതിന് ശേഷം പിരിഞ്ഞു കാണാം എന്ന രീതിക്കാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയി, അല്ലെങ്കിൽ പേഴ്സൺ വിട്ടുപോയി, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് പെർസിക്യൂഷൻ, ഓക്കെ, ഇത് പറഞ്ഞില്ല, പെർസിക്യൂഷൻ ആൻഡ് ഇൻക്വിസിഷൻ. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ വളരെയധികം പ്രീവിയസ് കാലഘട്ടത്തിൽ ഈ വിച്ച് എന്ന രീതിയിലാണ് ഇതിനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്ന രീതിക്ക് പറയാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ശിക്ഷിക്കപ്പെട്ടുണ്ടാവും വല്ല കേസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. മേ ബി ഇപ്പോഴും ഈ ജന്മത്തുമായിട്ടും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ലൈഫിൽ എന്ന രീതിക്ക് കണക്ട് ചെയ്ത് നോക്കാം. സോ യെസ്, പാസ്റ്റ് ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, നമുക്ക് കുറച്ച് കാഴ്ച എടുക്കാം. വാവ്, മൈ ഗോഡ്, കൺഫർമേഷൻ, ഡൗട്ട് ഉണ്ടോ? ലവേഴ്സ് എനർജി. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് ഡെഫിനറ്റ്ലി. മെസ്സേജ് ഓഫ് കൺസേൺ, ഗ്രേറ്റ് ഫോർച്യൂൺ. ഫോർച്യൂൺ തേടി പോയതായിരിക്കാം. സഡൻ വെൽത്ത്. ഓക്കെ, ഇതേ കണ്ടു. ജുഡിക്കേഷൻ, വീണ്ടും സെയിം തിങ്. പെർസിക്യൂഷൻ, ഇൻക്വിസിഷൻ, ഞാൻ പറഞ്ഞത് കേസ് കാര്യങ്ങൾ. ഓക്കെ, പാസ്റ്റ് ലൈഫിലും നിങ്ങളുടെ തമ്മിൽ മേ ബി ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഡൈവേഴ്സ് കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആവണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ലീഗൽ മാറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ നിങ്ങളുടെ ലൈഫിലോ നടക്കുന്നുണ്ടാവാം. എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കണേ. ഓക്കെ, മൈ ഗോഡ്. ഓക്കെ, ഷിപ്പ് വളരെയധികം ട്രാവലിങ്ങിൻ്റെ കാര്യം വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ദൂരെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ഉണ്ടാവാം. വേറെ വേറെ രാജ്യത്തോ വേറെ വേറെ സ്ഥലത്തോ ആയിരിക്കാം നിങ്ങൾ. മൈ ഗോഡ്. ഓക്കെ, ഒരേ കാര്യങ്ങൾ കൺഫർമേഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴും. നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലേ. ഓക്കെ, എന്തായാലും വളരെയധികം സിമിലർ കാർഡ്സാണ് വന്നിരിക്കുന്നത്. 1-2 കൂടെ കാർഡ്സ് കൂടെ എടുക്കാം. ഇത് ഞാൻ പറയാം. ഓക്കെ, പ്രിവിലേജ് ലേഡി ഉണ്ട് ഇവിടെ. ഒരുപാട് കൂടി ചൈൽഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാരീഡ് ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ മാരീഡ് ആയിരുന്നിരിക്കാം. ഈ ജന്മത്തിൽ ഇപ്പോഴും മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ മാരീഡ് ആയിരിക്കാം. അവർക്ക് മേ ബി അവരും വല്ല കേസ്, ഇപ്പോൾ അവരുടെ ഡൈവേഴ്സോ കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം. ഇവിടെ മെസ്സേജ് ഓഫ് കൺസേൺ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് മേ ബി പാസ്റ്റ് ലൈഫിലായാലും ഈ ജന്മത്തായാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് എന്തെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടിക്കാണാം പേഴ്സണിനെ കുറിച്ച്. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു മേ ബി ഈ കാര്യങ്ങൾ അറിഞ്ഞതായിരിക്കാം. ചിലപ്പോൾ പേഴ്സണിൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞതായിരിക്കാം. അതിൻ്റെ ഒരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇപ്പോൾ ഗ്രേറ്റ് ഫോർച്യൂൺ ആൻഡ് സഡൻ വെൽത്ത് ഉണ്ട്. മേ ബി പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ വിട്ടുപോയത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോയത്, രണ്ടും ആവാം. ഓക്കെ, അങ്ങനെ എടുക്കണം. നിങ്ങളായാലും ഓക്കെ, നിങ്ങൾ പേഴ്സണിനെ വിട്ടുപോയത് മേ ബി പണത്തിൻ്റെ വല്ല കാര്യങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, അതായത് എന്തെങ്കിലും പണം കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ലൈക്ക് പണം തേടി പോവുക, അങ്ങനെയാവാം. ഓക്കെ, ഈ ജന്മത്തും മേ ബി നിങ്ങളുടെ ആക്ച്വലി പ്രിവിലേജ് ലേഡി ഉണ്ട്. സോ
പണത്തിന് വേണ്ടി എന്തോ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി, നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി, അവർ വേണമെങ്കിൽ പണത്തിന് വേണ്ടി മാരേജ് ചെയ്ത് കാണാം. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ. പണത്തിന് വേണ്ടി മീൻസ് നല്ലൊരു ഫാമിലിയിലേക്ക്, പണമൊക്കെ ഉള്ള ഫാമിലിയിലേക്ക് മാരേജ് വല്ലതും ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ പെട്ടെന്ന് റിച്ച് ആയി കാണും. ഓക്കെ, ഇങ്ങനെ പല പല സിറ്റുവേഷൻസ് ആണ് ഇവിടെ എനിക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോഴായാലും പാസ്റ്റിലായാലും മേ ബി നിങ്ങളുടെ പേഴ്സണിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണം കിട്ടി കാണാം. ആ പണം കിട്ടിയത് വെച്ചിട്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ, ആ പണം ഒരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വരാൻ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളെ കാർമിക്കുന്ന രീതിയിൽ കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ കാണുന്നത് നോക്കട്ടെ. ഇതൊന്ന് മാറ്റി വിട്ടാലോ? വേണ്ട, അവിടെ ഇരിക്കട്ടെ. കുറച്ച് കൺഫ്യൂസിങ് ആവും, സോറി. മാറ്റാൻ തോന്നില്ല, ബിക്കോസ് അപ്പോഴേ എനിക്ക് ആ ഒരു മാച്ച് പറയാൻ പറ്റുള്ളൂ. ഷാഡോ സൈഡ്, 4 of Wands മാരേജിൻ്റെ കാർഡാണ്. 9 of Cups, 3 of Wands. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഓക്കെ, പണത്തിൻ്റെ കാര്യം അഗൈൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ഷാഡോ സൈഡ് ട്രിഗർ ആവുന്നുണ്ട് നിങ്ങളുടെ. ഓക്കെ, നിങ്ങളുടെ ആയാലും നിങ്ങളുടെ പേഴ്സൻ്റെ ആയാലും അത് എന്തുകൊണ്ടാണ് വരുന്നത്? ആ ഷാഡോ സൈഡ് ട്രിഗർ ആവാൻ റീസൺ പാസ്റ്റ് ലൈഫാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു കാർമിക്കായിരുന്നു നിങ്ങൾ. ഓക്കെ, അതായത് ഒരാളെ വിട്ടുപോയി, ഒരാളെ വേദനിപ്പിച്ചു എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. ആരായാലും ശരി, നിങ്ങളായാലും അവരായാലും. ഇപ്പോൾ ഈ ജന്മത്തെ ആരാണോ വേദന അനുഭവിക്കുന്നത് അവരാണ് കഴിഞ്ഞ ജന്മത്തെ അവരെ വേദനിപ്പിച്ചിട്ടുള്ളത്. ഇത് സത്യങ്ങളാണ് കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത്. സോറി, എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഓക്കെ, മാരേജ് കാണുന്നുണ്ട് വീണ്ടും. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ഒന്ന് പാസ്റ്റ് ലൈഫിൽ മാരീഡ് ആയിരുന്നു. ഈ ജന്മത്തും മേ ബി നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ വാക്ക് തന്നിട്ടുണ്ടാവാം, പക്ഷെ മാരേജ് നടന്നു കാണില്ല. മേ ബി ആഗ്രഹം കാണുന്നുണ്ട് ഇവിടെ. സോ മാരേജ് ആഗ്രഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. മേ ബി അപ്പോൾ നിങ്ങൾ മാരേജ് അടുക്കും തോറും പേഴ്സണിനൊരു പേടിയൊക്കെ വരുന്നുണ്ടാവും. കാരണം ഈ പഴയ കാര്യങ്ങൾ ട്രിഗർ ആവുകയാണ്. ഓക്കെ, ആ പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിക്കായാലും ആ പാസ്റ്റ് ലൈഫിൽ നടന്ന, ഈവൻ നിങ്ങളിപ്പോൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക, എന്നാലും നിങ്ങളുടെ ഉള്ളിലും ഇത് കിടക്കും. എവിടെയോ നമ്മളുള്ള ആ ഒരു പേടി, വിഷമം, സങ്കടം, ഒരു കുറ്റബോധം എല്ലാം നിങ്ങളുടെ ഉള്ളിലും കിടക്കും അല്ലേ? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സണിന് ട്രിഗർ ആവുന്നുണ്ടാവും. ഓക്കെ, മാരേജ് കമ്മിറ്റ്മെൻ്റ് അടുത്തേക്ക് വരുമ്പോൾ അവർക്കൊരു പേടി, ഒരു പാസ്റ്റിൽ നടന്ന പോലെ വീണ്ടും നടക്കുമോ എന്ന രീതിയിൽ ഒരു പേടി ഉണ്ടാവാം. ഓഫർ ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ബട്ട് സ്ലോ ആണ്. ഓക്കെ, ഈ ജന്മത്തിൽ ഇപ്പോൾ അവർ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, അവർ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു വളരെ നല്ലൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ മാരേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വളരെയധികം സ്ട്രോങ് ആയിട്ട് കണക്ഷൻ വേണം എന്നവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവർ ലൈഫിലൊരു പാർട്ടായിട്ട് തന്നെയാണ് അവർ ആഗ്രഹം. ഇവിടെ പ്ലാനിങ് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വേണം നിങ്ങളെ കൂടെ എന്ന രീതിയിലുണ്ട്. ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓഫറാണ്, കമ്മിറ്റ്മെൻറ്റ് ഓഫറാണ്, പക്ഷേ വളരെ സ്ലോ മൂവിങ് ആണ്. ഈ പേഴ്സൺ എപ്പോഴും വളരെ ആലോചിച്ച് എന്താ പറയുക, ഉറപ്പിച്ച് നമ്മൾ അത്രത്തോളം കൺഫേം ആയ ശേഷം മാത്രമേ ഇവർ മുന്നോട്ട് മൂവ് ചെയ്യുള്ളൂ. അതൊരു സ്വഭാവമുള്ള പേഴ്സണാണ്. പക്ഷേ സ്റ്റേബിൾ ആയിരിക്കും. ഇവർ ഒരിക്കൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. പക്ഷേ ആ വരാനുള്ള സമയം അവർക്കത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള അവർ ഹെസിറ്റേറ്റ് ചെയ്യും. വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് മാത്രമേ അവർ മുന്നോട്ട് വരും. അതിൻ്റെ ഇവിടെ 6 of Wands ആണ്. നിങ്ങൾ തമ്മിൽ എന്തായാലും എനിക്കൊരു മാരേജ് ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇടും എന്ന രീതിയിലും എനിക്ക് കാണുന്നുണ്ട്. അവരായാലും നിങ്ങളായാലും നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് ഇട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, ആ പേഴ്സണിനും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാവാം. 4 of Cups, ടവർ. യെസ്, അവർക്ക് പേടിയാണ് ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള പേടിയായിരിക്കും. അതാണ് പാസ്റ്റ് ലൈഫിൻ്റെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ. യെസ്, ഇത് ആക്ച്വലി പാസ്റ്റിൻ്റെ ഒരു ട്രോമ എന്നാണ് പറയുക നമ്മൾ. ഓക്കെ, അവർ ആക്ച്വലി അൺനെസസറി ആണ് ഈ ജന്മത്തിൽ, ഇപ്പോൾ അത് ആവശ്യമില്ല. പക്ഷെ ആ പാസ്റ്റിൻ്റെ ട്രിഗർ ആയിട്ടാണ് ഇത് വരുന്നത്. ഇവരുടെ പാസ്റ്റിലും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടും ഉണ്ടാവാം. അവരുടെ ലൈഫിലും ചിലപ്പോൾ ആരെങ്കിലും അവർ ഇഷ്ടപ്പെട്ട മുമ്പ് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ചില ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവാം, ആരെങ്കിലും അവരെ വേദനിപ്പിച്ച് കാണാം. സോ അവരുടെ എക്സ്പീരിയൻസസ് അങ്ങനെ ഉണ്ടാവും. ആൻഡ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളും ആയിരിക്കാം, രണ്ടും പറയാം.
അപ്പോൾ അവർക്കൊരു പേടിയാണ് ഇവിടെ. ഓക്കെ, എൻഡായി പോയാലോ, എന്തെങ്കിലും പ്രശ്നം വന്നാലോ, ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയാലോ എന്ന രീതിയിലുള്ള മനസ്സിൽ അവർക്ക് പേടികളാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. അതുകൊണ്ടായിരിക്കും ചില സമയത്തൊക്കെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പോലെ കാണിക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. നിങ്ങൾ എത്ര സ്നേഹം കാണിച്ചാലും ഐ തിങ്ക് അവർക്കൊരു താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് ഈ പാസ്റ്റിന്റെ പെയിനാണ് അവർക്ക് കിടക്കുന്നത് അവരുടെ മനസ്സിൽ. ഓക്കെ, അതിപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളുമാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. എന്തായാലും പാസ്റ്റ് ലൈഫായിട്ട് നമ്മൾ കണക്ഷൻ യെസ് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളൊരു കാർമിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ കാർമിക് സിറ്റുവേഷൻ ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫൊർഗിവ്നെസ് ചെയ്യാം. ഓക്കെ, ഫൊർഗിവ്നെസ് കാരണം കർമ്മമാണ്, കാർമിക് ആണെന്ന് പറഞ്ഞു, കർമ്മയുണ്ട്. നിങ്ങളും ഹീലാവണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലും ചില ഷാഡോ ഒരു ട്രിഗർ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സൺ വിട്ടുപോകുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവും. ഓക്കെ, അങ്ങനെയും ഉണ്ടാവാം. സോ നിങ്ങളും അത് ഹീൽ ചെയ്യാം. ഓക്കെ, നിങ്ങളത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൊർഗിവ്നെസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം അത് എൻ്റെ ഹൊപ്പോണോ പ്രെയർ എന്ന് പറഞ്ഞിട്ട് ഫൊർഗിവ്നെസ് ഏതിലാണ് കിടക്കുന്നത്, മാനിഫെസ്റ്റേഷനോ അങ്ങനെ ഏതോ ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്, ഒന്ന് എടുത്ത് നോക്കിയാൽ കിട്ടും. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഹൊപ്പോണോ പ്രെയർ ഉണ്ട്. അത് ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഇവരോട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇവരോടായാലും ആരോടായാലും. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് കൂടെ എടുത്തേക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് റീഡിങ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഈ ജന്മത്ത് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ നോക്കി. ആ ട്രിഗേഴ്സ് വന്നത് നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലും പേടി ഉണ്ടാവും, ദറ്റ് പേഴ്സൺ എന്നെ വിട്ടുപോകുമോ എന്നുള്ള. അപ്പം നിങ്ങളും ഒന്ന് ഹീൽ ആവേണ്ടതുണ്ട്. ഓക്കെ, പേഴ്സണിന് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഓക്കെ, forgiving and learning, passion, getting to know each other, attraction, reconciliation, retreat, സെപ്പറേഷൻ ഇത് പാസ്റ്റ് ലൈഫിൻ്റെ ആണ്. ഞാനതാ പറഞ്ഞു, പാസ്റ്റ് ലൈഫിലെ സെപ്പറേഷൻ ആണ് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പേടി വരുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മേ ബി നിങ്ങൾ അത് അനുഭവിച്ചതായി പാസ്റ്റ് ലൈഫിൻ്റെ ആണ് നമുക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ മുമ്പ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പേടി നിങ്ങളുടെ ഉള്ളിലും കിടക്കുന്നുണ്ട്, പേഴ്സൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കുമ്പോൾ അവർക്കൊരു പേടിയാണ്, നിങ്ങൾ വിട്ടുപോകുന്നത്, നിങ്ങൾക്കും പേടി ഉണ്ടാവും, ഇവർ വിട്ടുപോകുന്നു. സോ ആ പേടികളൊക്കെ ഒന്ന് ഹീൽ ചെയ്യാം. ഫൊർഗിവിങ് ആൻഡ് ലേണിംഗ്, ഫൊർഗിവ് ചെയ്യുക. ഓക്കെ, ഫൊർഗിവ്നെസ് ഇപ്പോൾ ഈ ജന്മത്തും അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൊർഗിവ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നത്. സോ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹൊപ്പോണോ പ്രെയർ, ഐ എം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ഇതൊരു 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ആദ്യത്തെ സ്റ്റെപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾ വരുമ്പോഴും ഹീലിങ്ങിന് ഞാൻ ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ജന്മത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂണിവേഴ്സിനോട് മാപ്പ് പറയാം. നമ്മൾ ആരെയാണ് ചെയ്തതെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല, ഈ പേഴ്സണെ ആണോ വേറെ ആരെങ്കിലും ആണോ നമുക്കറിയില്ല. ഓക്കെ, എന്ത് തന്നെയായാലും ശരി. ഓക്കെ, നമ്മൾ എല്ലാവരെയും ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ആൾക്കാർ, പാസ്റ്റ് ലൈഫ്സിൽ വന്നുപോയ ആൾക്കാർ ആരെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കുക. അന്ന് ആ സമയത്ത് എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് ക്ഷമിക്കുക എന്ന രീതിയിൽ യൂണിവേഴ്സിനോട് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ, എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ ഈ പാസ്റ്റ് ലൈഫിലോ ഏതെങ്കിലും ജന്മത്തോ ഈ ജന്മത്തോ എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അവരും അവരെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിമോശം കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. ഞാൻ മാപ്പ് കൊടുക്കുന്നു. അവരെല്ലാവരും നമ്മൾ സോൾസ് ആണ് എന്നുള്ള ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, നമ്മളെല്ലാവരും സോൾസ് ആണ്. സോ എത്രയോ ജന്മങ്ങൾ നമ്മൾ കടന്നു വരുന്നതാണെന്നൊക്കെ പറയും. അത് എനിവേ കുറേ ഉണ്ട് പറയാൻ. സോ ആ രീതിക്ക് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ പറയാം മനസ്സിൽ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അവനവനെ മാപ്പ് കൊടുക്കണം. ഓക്കെ, അതായത് നമ്മളെപ്പോഴും അവനവനെ കുറ്റപ്പെടുത്തും. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമ്പോഴേക്കും നമ്മൾ ഇമോഷണൽ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഓക്കെ നമ്മൾ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ അവനവനും മാപ്പ് കൊടുക്കുക. യൂണിവേഴ്സിനോട് പറയാം, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറയാം. ഓക്കെ, ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് യെസ് ഞാൻ ചെയ്തു, ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, ഇനി ഞാനത് മുന്നോട്ട് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞാൻ എന്നോട് തന്നെ
ഞാൻ മാപ്പ് ചോദിക്കുന്നു, എന്നെ തന്നെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അതുകൂടി ഇതൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഫൊർഗിവ്നെസ് പ്രെയർ ചെയ്യേണ്ടത് നമ്മൾ. സോ അത് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങൾ ഈ ഹോപ്പണോപ്പോണോ പ്രെയർ കൊണ്ട് ഉണ്ടാവാറുണ്ട്. സോ പ്ലീസ് അത് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ പറ്റുക. ഓക്കെ, എൻ്റെ ഇവിടെ നിങ്ങൾ തമ്മിൽ പേഴ്സണുമായിട്ട് പാഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്ന് നല്ലോണം ആളെ പേഴ്സണിനെ മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, പേഴ്സണിനെ നല്ലോണം നിങ്ങൾ മനസ്സിലാക്കുക. അവരെങ്ങനത്തെ വ്യക്തിയാണ്, എന്താണ്, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനുണ്ട്. കുറച്ച് സമയങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാം. പക്ഷേ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, എൻ്റെ ഇവിടെ റീകൺസിലേഷൻ ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ റിയൂണിയൻ ഉണ്ടാവും. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഈ ജന്മത്തെ എന്തായാലും ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് റിയൂണിയൻ റീകൺസിലേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് ഹീലിംഗ് ചെയ്യാനുണ്ട്. ഫൊർഗിവ്നെസ് ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ പേഴ്സൺ നിങ്ങളെ വിട്ടു പോവോ എന്നുള്ള അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ അതൊക്കെ വിട്ട് കളയുക. ഓക്കെ, നിങ്ങൾ പേഴ്സണിന് സ്നേഹമുണ്ട്, നിങ്ങളോട് പാഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും പാസ്റ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതൊന്ന് ഹീൽ ചെയ്താൽ നിങ്ങൾ തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.